ഹലോ, സിന്ദൂര പൊട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. നീലനാണെങ്കിൽ മുൻപ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വേറൊരു സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇന്ദു ആണെങ്കിലും ചെറിയൊരു നാണത്തോടു കൂടിയാണ് വന്ന് നിൽക്കുന്നത്. അപ്പോ നീലനെ കണ്ടപ്പോ അവള് ചോദിക്കുന്നുണ്ട്, എന്താ ഇത്? അത് പിന്നെ ഇത് താൻ എടുത്തു വെച്ച ഷർട്ടല്ലേ, എന്താ ഇത് നല്ലതല്ലേ? അപ്പോ അവള് പറയുന്നുണ്ട്, ആ ഷർട്ടൊക്കെ നല്ലതാണ്, പക്ഷേ ബട്ടൺസ് ഒക്കെ കുഞ്ഞുങ്ങൾ ഇട്ടതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോഴാണ് അവനും അത് ശ്രദ്ധിക്കുന്നത്, ബട്ടണൊക്കെ നേരെ അല്ലായിരുന്നു. അപ്പൊ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട്. അപ്പോ രാധികയാണെങ്കിൽ പുറത്തുകൂടെ വരുന്നുണ്ടായിരുന്നു. ഇവരുടെ സംസാരം കേട്ടപ്പോ അവളാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇന്ദു നീലനോട് പറയുന്നുണ്ട്, ആ എനിക്ക് മനസ്സിലായി, ഇപ്പം നിങ്ങളുടെ ചിന്തയൊക്കെ വേറെ ഭാഗത്തേക്കാണ്. അത് കേട്ടപ്പോ നീലനും ചെറിയൊരു ചമ്മലോടെ ചിരിക്കുകയാണ്. ഒന്നാമത് നീലനും ഇന്ദു സ്നേഹത്തോടെ സംസാരിക്കുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല. അതിനേക്കാളും ഇപ്പോ ഇന്ദു ആണെങ്കിൽ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് മാറ്റി ലെവലാക്കി ഇട്ട് കൊടുക്കുകയാണ്. നീലനാണെങ്കിൽ പ്രണയത്തോടെയും അവൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടും അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ദുവും പ്രണയത്തോടു കൂടി തന്നെയാണ് ആ കാര്യം ചെയ്യുന്നത്. രാധയ്ക്ക് ശരിക്കും വല്ലാത്ത ദേഷ്യവും സങ്കടവും വരുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ പല്ല് കടിച്ചിട്ടൊക്കെയാണ് നോക്കി നിൽക്കുന്നത്. ആ സമയത്താണ് നിയമോള് സ്കൂളിൽ പോവാൻ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നിയമോള് അവിടെ നിന്നിട്ട് രാധിക അമ്മയുടെ അപ്പയുടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് നോക്കി നിൽക്കുകയാണ്. പക്ഷേ അതൊന്നും അവര് രണ്ടുപേരും അറിയുന്നതേ ഇല്ല. അവര് രണ്ടുപേരും സത്യത്തിൽ മറ്റൊരു ലോകത്താണ്. അവര് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള വേറൊരു ലോകത്ത്. രാധയ്ക്ക് ശരിക്കും ഇത് കണ്ടിട്ട് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ സ്വയം ചേച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നിയമോക്കാണെങ്കിൽ അതിനേക്കാളേറെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. നിയമോൾ ശബ്ദം ഉയർത്തിയിട്ട് വിളിക്കുകയാണ്, രാധിക. പെട്ടെന്നാണ് രാധികയും ഞെട്ടിയിട്ട് അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പോ നീലനും ഇന്ദുവും കാണണ്ടെന്ന് കരുതിയിട്ട് അവരുടെ മുറിയുടെ മുന്നിൽ നിന്ന് രാധിക മാറി നിൽക്കുകയാണ്. എന്നിട്ട് നിയമോളുടെ അടുത്തേക്ക് പോയ സമയത്ത് നിയമോള് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നിനക്ക് എന്താ ഇവിടെ കാര്യം? അത് പിന്നെ ഞാൻ വെറുതെ നിന്നതാണ്. നീ വെറുതെ നിന്നതാണോ അതോ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നിന്നതാണോ? ഞാൻ ചുമ്മാ ഇതുവഴി വന്നപ്പോ കണ്ടതാടി. ഇവളെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞിട്ട് രാധിക ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്ന് പോവാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും നിയമോക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്ക്, നീ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കുന്നത് ഞാൻ കണ്ടു. എന്തിനാ നീ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കിയത്? പറ രാധിക, നീ എന്തിനാ ഞങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കിയത്? ആ സമയത്താണ് ഇന്ദുവും നീലനും ശബ്ദം ശ്രദ്ധിക്കുന്നത്. അപ്പോ ഇന്ദു നീലനോട് പറയുന്നുണ്ട്, പുറത്ത് എന്തോ ബഹളം നടക്കുന്ന പോലെ തോന്നുന്നുണ്ട്, വാ നമുക്ക് പോയിട്ട് നോക്കാം. നീ എന്തിനാ ഞങ്ങളുടെ റൂമിലേക്ക് നോക്കിയത് എന്ന് നീ ഇപ്പൊ പറഞ്ഞേ തീരൂ. നിയമോള് ദേഷ്യത്തോടെ രാധികയോട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ഇന്ദു ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. നീലനാണെങ്കിൽ അത് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അയ്യോ, വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ. കാരണം ഇന്ദു ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീലൻ ഇങ്ങനെ ആസ്വദിച്ചു വരുമായിരുന്നു. നിന്നോട് ചോദിച്ചതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്തിനാ നീ എത്തി നോക്കിയത്? അപ്പോഴേക്കും ഇന്ദു വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിയമോളെ, എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇന്ദു അമ്മ, ഈ രാധിക ആരും അറിയാതെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കുമായിരുന്നു. നിയമോൾ അങ്ങനെ പറഞ്ഞു കേട്ടതും രാധിക ആകെ ചമ്മി ചൂളി നിൽക്കുകയാണ്. രാധികയാണെങ്കിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ നിൽക്കുകയാണ്. ഇന്ദുവും നീലനും അവളെ ദേഷ്യത്തോടെ നോക്കിയപ്പോഴേക്കും അവള് ദേഷ്യത്തോടെ രാധിക കുഞ്ഞിനോട് പറയാണ്, ഞാൻ എവിടെയാണ് എത്തി നോക്കിയത്? ഞാൻ ചുമ്മാ ഇതുവഴി പോയതല്ലേ. അല്ല, നീ ഇവിടെ നിന്ന് റൂമിലേക്ക് എത്തി നോക്കി, ഞാനത് നേരിട്ട് കണ്ടതാണ്. ഡീ കുട്ടിപ്പിശാശേ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പോഴേക്കും നീലനും ദേഷ്യത്തോടെ പറയാണ്, രാധിക, നീ എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ വഴക്ക് പറയുന്നത്? നീ ഒന്നും ചെയ്യാതെയാണോ മോൾ അങ്ങനെ പറഞ്ഞത്? ഇല്ല നീലേട്ടാ. അതെ അപ്പേ, അവൾ കുറെ നേരായിട്ട് നിങ്ങളുടെ റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇത്ര നേരം അങ്ങോട്ട് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞതല്ലേ നിനക്ക് ഞാന് എന്ന് പറഞ്ഞിട്ട് നിയമോളെ തല്ലാൻ കയ്യോങ്ങിയതും ഇന്ദു ഇടപെടുകയാണ്. ഇങ്ങോട്ട് നോക്ക്, വെറുതെ കുഞ്ഞിനെ അടിക്കാൻ വേണ്ടിയിട്ടൊന്നും നീ ശ്രമിക്കണ്ട. അത് കേട്ടപ്പോ നീലം കൂടി ഉള്ളത് കൊണ്ട് രാധിക തിരിച്ചൊന്നും പറയാതെ നിൽക്കുകയാണ്. അന്ന് തന്നെ നീ കുഞ്ഞിന്റെ കവിള് അടിച്ചിട്ട് അവളുടെ കവിള് മൊത്തം ചുവന്നിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞ് ഇന്ന് എന്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ എന്റെ മോളെ അടിക്കാൻ വേണ്ടി നീ ശ്രമിക്കുകയാണോ? ഇനി ഒരു പ്രാവശ്യം കൂടി അവളുടെ ദേഹത്ത് നീ കൈവച്ച് കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറും, പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഇവിടെ ബഹളം നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു ഭാഗത്ത് നിന്ന് വാസന്തിയും മറ്റൊരു ഭാഗത്ത് നിന്ന് രുക്മിണി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വാസന്തി എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്? അപ്പൊ അതിന് മറുപടി പറഞ്ഞത് നിയമോളാണ്. മുത്തശ്ശി, ഈ രാധിക എന്താ ചെയ്തതെന്ന് അറിയാമോ? ആരും അറിയാതെ ഇന്ദു അമ്മയുടെ റൂമിലേക്ക് എത്തി നോക്കുമായിരുന്നു.
നീ എന്തിനാ അവിടെ എത്തി നോക്കിയതെന്ന് ഞാൻ ചോദിച്ചതിന് അവൾ എന്നെ അടിക്കാൻ വരികയാണ്. രാധിക ശരിക്കും ചമ്മിയിട്ടുണ്ടായിരുന്നു. അയ്യോ, എന്തൊക്കെ ഇവളീ പറയുന്നത്? മാമി, ഇല്ല മാമി, ഞാൻ ഇതുവഴി പോയപ്പോ വെറുതെ അങ്ങോട്ടേക്കൊന്ന് നോക്കിയതാണ്, അതിനാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോ നീലനും അവളെ കളിയാക്കിക്കൊണ്ട് പറയാണ്, രാധിക നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണം തോന്നുന്നില്ലേ? നീലേട്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. രാധിക വീണ്ടും പറയാണ്. അപ്പൊ പിന്നെ നിയമോള് കള്ളം പറഞ്ഞു എന്നാണോ നീ പറയുന്നത്? നീ അത് വിട്ടേക്ക് നീല. ഇവൾ ഇതുവഴി പോയപ്പോ വെറുതെ അങ്ങോട്ടേക്കൊന്ന് എത്തി നോക്കിയിട്ടുണ്ടാവും. അത് നിയമോള് കണ്ടപ്പോ അവള് വെറുതെ തെറ്റിദ്ധരിച്ചതായിരിക്കും. വാസന്തി രാധികയെ സപ്പോർട്ട് ചെയ്യാണ്. എന്നിട്ട് രാധികയോടായിട്ട് ദേഷ്യത്തോടെ പറയാണ്, ഏയ്, നീ എന്തിനാണ് ഇതിനിങ്ങനെ മറുപടി പറയാൻ വേണ്ടി നിൽക്കുന്നത്? നിനക്ക് എന്തിനു ഇതിന്റെയൊക്കെ ആവശ്യം? വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞിട്ട് രാധികയുടെ കൈയും പിടിച്ചു വലിച്ചുകൊണ്ട് അവരവിടുന്ന് പോവുകയാണ്. അവരവിടുന്ന് പോയതിനു ശേഷം നിയമോളിന് രുക്മിണിയോട് പറയാണ്, മുത്തശ്ശി, ഞാൻ കണ്ടതാണ് രാധിക ഇവിടെ നിന്നിട്ട് ഇന്ദുഅമ്മയുടെ മുറിയിലേക്ക് എത്തി നോക്കുന്നത്. ഞാൻ കള്ളം പറയുന്നതല്ല രുക്മിണി മുത്തശ്ശി. അപ്പോ അവര് പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അറിയാടാ നിയമോളെ, എന്റെ മോള് കള്ളം പറയുകയില്ല, അവരാണ് കള്ളം പറയുന്നത്. ശരി, നീ വാ, നമുക്ക് സ്കൂളിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് രുക്മിണി നിയമോളെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവാണ്. അപ്പോ നീലനാണെങ്കിൽ ദേഷ്യത്തോടെയാണ് പറയുന്നത്, അയ്യോ, ഇവൾ എന്തായിരിക്കും ഇങ്ങനെ പെരുമാറുന്നത്? എനിക്ക് ഇവളെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അപ്പോ ഇന്ദു പറയുന്നുണ്ട്, നീലട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കുമോ? എന്താ ഇന്ദു താൻ പറയാൻ വരുന്നത്? താൻ എന്ത് പറഞ്ഞാലും ഞാൻ തെറ്റിദ്ധരിക്കാറുള്ളത്? താൻ പറഞ്ഞോ? അത് പിന്നെ എനിക്ക് തോന്നുന്നത് സൗന്ദര്യയുടെയും ശ്യാമിന്റെയും വിഷയത്തിൽ പോലും എനിക്ക് രാധികയാണ് സംശയം തോന്നുന്നത്. അത് കേട്ടപ്പോ നീലനും ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള ആരോ ആണ് ശ്യാമിനോട് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ അന്ന് നമ്മൾ രണ്ടുപേരും ആ ഒരു കാര്യം സംസാരിച്ച സമയത്ത് അത് രാധിക ആയിരിക്കുമോ ഇതുപോലെ ഒളിഞ്ഞു കേട്ടിട്ട് ശ്യാമിനോട് പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? ഏയ് ഇന്ദു, അത്രമാത്രം തരംതാണ പ്രവൃത്തി അവൾ ചെയ്യും എന്നാണോ നീ പറയുന്നത്? ഞാൻ കൺഫേം ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഇപ്പോ ഇങ്ങനെ ചെയ്ത ഒരാള് എന്തുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുവാണ്. എനിക്ക് ഒരുപാട് നാളായിട്ട് അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷെ ഇപ്പോ ഇതൊക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ ആസ്പദമായിട്ടുള്ള സംഭവങ്ങൾ പോലെയാണ് തോന്നുന്നത്. ശരി, ഞാൻ തന്നെ എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കാം. നീലനും മനസ്സിലൊരു തീരുമാനം എടുക്കുകയാണ്. അതേസമയം രാധികയുടെ കൈ പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ടുപോയി മുകളിലെ റൂമിലെത്തിയിരിക്കുകയാണ് വാസന്തി. എന്നിട്ട് ആ സമയത്ത് മാമിയോട് പറയാണ്, മാമി എന്റെ കൈ വിട് മാമി. അപ്പോ ദേഷ്യത്തോടെ കൈവിടിച്ചുകൊണ്ട് വാസന്തി പറയുന്നുണ്ട്, ഡി, നീ നിന്റെ മനസ്സിൽ എന്താ കരുതിയിരിക്കുന്നത്? ചെറിയ കുട്ടി വരെ വന്നിട്ട് എത്തി നോക്കുകയാണെന്ന് പറയുന്ന രീതിക്ക് നീ നാണം കെട്ടിട്ടാണോ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെറുതെ എന്നെ തന്നെ കുറ്റം പറയാതെ മാമി. എന്റെ ചെകിട്ടത്ത് നല്ല ഒരു അടി തന്നിട്ട്, എടി, ഞാൻ എന്തോ ദേഷ്യത്തിൽ അടിച്ചു പോയതാണ്, അത് നീ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും നിങ്ങളെ കൊണ്ടായിട്ടില്ല. എന്നിട്ടിപ്പോ ആ റൂമിൽ എത്തി നോക്കിയത് വലിയൊരു തെറ്റാണെന്ന് തോന്നുന്ന രീതിയിൽ കൂടെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നല്ലാതെ നീ ചെയ്ത തെറ്റ് വലിയ തെറ്റാണ്. വാസന്തി അവളോട് പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ അവരുടെ റൂമിലേക്ക് നീ എന്തിനാടി എത്തി നോക്കാൻ വേണ്ടി പോയത്? അതെല്ലാത്തിനും ഒരു കാരണമുണ്ട് മാമി. എന്ത് കാരണം? എന്തെങ്കിലും പുതിയ കാര്യം അറിയാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പോയതാ. പുതിയ കാര്യമോ? അതെന്താ? എന്താണ് നീ പറയുന്നത്? ഇതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരുടെ റൂമിലേക്ക് എത്തി നോക്കിയത് കാരണമാണ് അന്ന് ആ സൗപർണികയുടെ കാര്യം എനിക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ ഈ ഇന്ദുവും നീലേട്ടനും ക്ഷേത്രത്തിൽ വെച്ചിട്ട് ആരും അറിയാതെ വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെന്നും ഇതുപോലെയാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓരോ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസുകൾ മാമിയുടെ അടുത്ത് കൊണ്ടുതരുമ്പോ മാമി അതിന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുന്നത്. അന്ന് തന്നെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവർ രണ്ടുപേരും വീണ്ടും കല്യാണം കഴിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് മാമി അതിന് യാതൊരു വിലയും കൊടുക്കാതെ അവരുടെ കല്യാണവും നടത്തിയിട്ട് വന്നിരിക്കുകയായിരുന്നല്ലോ. ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒളിഞ്ഞു കേൾക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ ചുമ്മാ എന്നെ വന്നിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത് ഒന്ന് പൊയ്ക്ക മാമി. ഇങ്ങോട്ട് നോക്ക് രാധി, ഇന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് തൽക്കാലം നിന്നെ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നീ ഇന്ദുവിന്റെ മുന്നിൽ അകപ്പെടുക തന്നെ ചെയ്യും. അന്ന് അവളുടെ കയ്യിൽ നീ പിടിവീഴും. അപ്പോ രാധിക വലിയ ആളായിട്ട് പറയാണ്, ഹലോ മാമി, എന്റെ റോൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ മാമിയാണ് വില്ലത്തിയാണെന്നുള്ള കാര്യം മറന്നിട്ട് ഇപ്പോ ഒന്നും അറിയാത്തതുപോലെ നടക്കുന്നത്. വായ് പൂട്ടടി, നീ നിന്റെ വാലും ചുരുട്ടിക്കൂട്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ ഒതുങ്ങിയിരിക്കാൻ നോക്കിക്കോ. വന്ന് നീ വല്ലാതെ ഓവറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോ വന്ന് അടുത്തടുത്തായിട്ട് നീ തെറ്റുകൾ തന്നെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് സമാധാനത്തോടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. എനിക്ക് അത്രയേ നിന്നോട് പറയാനുള്ളൂ. അതും പറഞ്ഞിട്ട് വാസന്തി അവിടെ നിന്നും പോവാണ്. രാധിക ആണെങ്കിൽ കുശുണ്ടോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതേസമയം ഇന്ദു ആണെങ്കിൽ അവളുടെ യൂണിഫോം ഒക്കെ എടുത്ത് ഓട്ടോ കയറിയിട്ട് പോവാണ്. കടയിലാണ് ഡെക്ലേസ് ഉണ്ടായിരുന്നത്. അയാൾ ഇങ്ങനെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് നീലം വീട്ടിൽ നിന്ന് ഡെക്ലേസിനെ കോൾ ചെയ്യുന്നത്.
എടാ അളിയ നീ ഇത് എവിടെയാ ഉള്ളത്? ഞാൻ രാവിലെ തന്നെ കടയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റോക്കുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പൊ എവിടെയാ? ഞാൻ വീട്ടിലാടാ അളിയ ഉള്ളത്. പിന്നെ നീ വീട്ടിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നീ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. ആ ശരി, ഫോൺ വെക്ക്. എന്നിട്ട് നീലൻ ആകാശത്തേക്ക് നോക്കുമ്പോ നല്ല വെയില് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വെയിലത്ത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകുന്ന തോന്നുന്നത്. മതി, പെട്ടെന്ന് തന്നെ വണ്ടി ക്യാബ് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുക്കുകയാണ്. ക്യാബ് ബുക്ക് ചെയ്തിട്ട് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പുറത്തു നിൽക്കുകയാണ് നീലൻ. പക്ഷേ വന്നിരിക്കുന്ന ക്യാബിലുണ്ടായിരുന്ന ഡ്രൈവർ ശ്യാമായിരുന്നു. ശ്യാമാണെങ്കിൽ യാതൊരു പരിചയമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നീലനാണെങ്കിൽ അത് ശ്രദ്ധിച്ചതുണ്ടായിരുന്നില്ല. വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ട് അവൻ പറയാണ് ഞാൻ ഇവിടെ ഉള്ളത്. എന്നിട്ട് അവൻ നേരെ വന്നിട്ട് കയറിയിട്ട് അവിടുന്ന് OTP പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്താണ് അവൻ തിരിഞ്ഞ് ശ്യാമിനെ നോക്കുന്നത്. ശ്യാമിനെ കണ്ട സമയത്ത് നീലനും ആകെ എന്തോ പോലെയായി. ശ്യാമാണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. അവനാണെങ്കിൽ വണ്ടി എടുക്കുകയാണ്. രണ്ടുപേരും ഒന്നും മിണ്ടാതെ കുറച്ചു ദൂരം വണ്ടി മുന്നോട്ടേക്ക് പോയി. അവസാനം മുരടനക്കിക്കൊണ്ട് നീലൻ തന്നെ ചോദിക്കുകയാണ്, ശ്യാം ഇപ്പോ എങ്ങനെയുണ്ട്? സുഖാണോ? സൗപർണിക അവൾക്ക് സുഖാണോ? നന്നായിരിക്കുന്നു. ശ്യാം, സംഭവിച്ച എല്ലാ കാര്യത്തിനും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ എന്നെ ന്യായീകരിക്കാൻ വേണ്ടി സംസാരിക്കുവല്ല. ഞാൻ ആ കാര്യം അറിഞ്ഞതിന്റെ അടുത്ത നിമിഷം തന്നെ ഞാൻ നിങ്ങളോടത് പറഞ്ഞിരിക്കണമായിരുന്നു. അതാണ് ശരിക്കും ന്യായം. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ അതെനിക്ക് ശരിയായിട്ട് തോന്നിയില്ല ശ്യാം. പെട്ടെന്ന് ഞാനത് വന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ശ്യാം ഒന്നും പറയാതെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. സത്യമായിട്ടും അത് നിന്നോട് മറച്ചു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല ശ്യാം. തന്നോടാണ് സംസാരിക്കുന്നത് എന്ന ഭാവം പോലും ഇല്ലാതെയാണ് ശ്യാം അവന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്റെ സ്ഥാനത്ത് ശ്യാമാണെങ്കിലും ഇങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ. അതിനൊന്നും ശ്യാമ മറുപടി പറയുന്നില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്കണം. നീലം പറഞ്ഞപ്പോ ശ്യാം അവനെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ ആ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടാൻ പറ്റുമോ? പോലീസ് കണ്ട പ്രശ്നാവും. ആ ശരി എന്ന് പറഞ്ഞിട്ട് നീലം വേഗം സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. ശ്യാമാണെങ്കിൽ ഒന്നും മിണ്ടാതെ വീണ്ടും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നീലം ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ ഇന്ദു പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം ശ്യാമിനോട് പറഞ്ഞത് രാധികയാണോ എന്ന് ഇവനോട് തന്നെ ചോദിച്ചു നോക്കിയാലോ? അതാണ് നല്ലത്, ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാം എന്ന് വിളിച്ചതും പെട്ടെന്ന് ശ്യാമിന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ യാതൊരു താല്പര്യമില്ലാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ നീലൻ തന്നെ സ്വയം മനസ്സിലാക്കുകയാണ്, വേണ്ട, ഇപ്പോ ശ്യാമിനോട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കേണ്ട. അവൻ ഇപ്പോഴുള്ള മാനസികാവസ്ഥയിൽ ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കാര്യം ആലോചിച്ചിട്ട് വിഷമാവും. തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടിലിരിക്കാം എന്ന് വിചാരിച്ചിട്ട് നീലൻ പിന്നീട് ഒന്നും സംസാരിക്കുന്നില്ല. അവസാനം നീലന്റെ ഹോട്ടലിന് മുന്നിലെത്തിയ സമയത്ത് അവൻ അവിടെ ഇറങ്ങുകയാണ്. പിന്നാലെ ശ്യാമും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഡെക്കാണെങ്കിൽ കടയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ആഹാ, രണ്ടുപേരും ഒന്നിച്ചാണോ വന്നത്? എന്തൊക്കെയുണ്ടടാ അളിയ, സുഖാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്യാമിനോട്. സുഖാണ്. സൗപർണികയ്ക്കോ? അവൾക്ക് സുഖാണ്. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വാ, അകത്ത് കയറ്. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്. എങ്കിൽ ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോവാം. ഡെക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്യാമ് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. എന്നാലും നീലനോടുള്ള അത്ര ദേഷ്യം ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാൾ കഴിഞ്ഞിട്ടല്ലേ വന്നത്, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോവാം. വേണ്ട ഏട്ടാ, ഞാൻ ഈ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എനിക്ക് വേറൊരു ട്രിപ്പുണ്ട്, ഞാൻ പോവാണ്. അപ്പോ സങ്കടത്തോടെ ഡെക്ക് പറയുന്നുണ്ട്, ഡാ അളിയ, എന്താ ചെയ്യാ? ഡെക്കെ, അവർക്ക് വേറെ ജോലി ഉണ്ടെന്ന്, വേറെ ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് നീലൻ കടയിലേക്ക് കയറാൻ പോവാണ്. അതുപോലെ തന്നെ ശ്യാമാണെങ്കിൽ വണ്ടിയിലേക്ക് കയറാൻ പോയെടുത്തുനിന്ന് പെട്ടെന്ന് വിളിക്കുകയാണ്, നീല, ഒരു നിമിഷം. പറയൂ ശ്യാം. അപ്പോ അവൻ പറയുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട്, ആ രാധികയുടെ അടുത്ത് എന്തായാലും ഒന്ന് സൂക്ഷിച്ചു നിന്നോ. അത് കേട്ട സമയത്ത് നീലൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നിങ്ങളാരും നന്നായിട്ട് ജീവിക്കണം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ല. എങ്ങനെയെങ്കിലും നിങ്ങളെയും ഇന്ദുവിനെയും തമ്മിൽ വേർപിരിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവൾ ഒരാൾ കാരനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളും എൻ്റെ സമനില തന്നെ തെറ്റിപ്പോയതും. എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് പ്രശ്നങ്ങളൊക്കെ വലിയ ഗുരുതരമല്ലാത്ത രീതിയിൽ അവസാനിച്ചത്. ഇപ്പോൾ ദൈവഹിതം കൊണ്ട് സൗപർണികയെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് അവളെ സൂക്ഷിച്ചോളൂ. എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഇന്ദുവിനെ കൈവിടരുത്. ഞാൻ പോവാണ്. ശ്യാം, ശ്യാം എന്ന് പറഞ്ഞിട്ട് നീലം പിന്നീന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെ അവൻ അവിടുന്ന് പോവുകയാണ്. അപ്പോ ഡെക്ക് ചോദിക്കുന്നുണ്ട് അവൻ പോയതിനു ശേഷം, ഡാ അളിയ, ഇതെന്തായിരിക്കും ശ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്? നമ്മുടെ സൗപർണികയുടെ വിഷയത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവാൻ കാരണം ആ രാധികയാണ് ഡാളിയ. അത് കേട്ടപ്പോൾ ഡെക്കും ശരിക്കും ഞെട്ടിപ്പോയി. അവളാണ് എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയോ ചോർത്തിയെടുത്തിട്ട് ശ്യാമിനോട് ചെന്ന് പറഞ്ഞിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്തൊക്കെയാണ് ഡാളിയ നീ പറയുന്നത്?
രാധികയ്ക്ക് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാ? എടാ അളിയ, ഒരുപക്ഷെ ഞാനും ഇന്ദുവും തമ്മിൽ സംസാരിച്ചത് അവൾ ഒളിഞ്ഞു നിന്ന് കേട്ടതാണെന്നാ തോന്നുന്നത്. എനിക്ക് അന്നേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഉറപ്പായി. അപ്പൊ ഡെക്കും പറയുന്നുണ്ട്, എന്തായാലും ശ്യാമ് പറഞ്ഞതുപോലെ എന്തായാലും അവളെ ഒന്ന് സൂക്ഷിക്കണടാളിയാ. കടയിലെ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം നീലൻ ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് നിയമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. നിയമോളെയും കൂട്ടിക്കൊണ്ട് ഇന്ദു ആണ് വരുന്നത്. അപ്പേ അപ്പോ വേഗം തന്നെ നിയമോളെ ചേർത്ത് പിടിക്കുകയാണ്. സ്കൂളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച സമയത്ത് എനിക്ക് മാത്സ് എപ്പോഴും ടഫാണെന്ന് ഞാൻ പറയാറില്ലേ, ആ ഇപ്പോ എന്റെ മിസ്സിനോട് അപ്പ ഒന്ന് ചോദിച്ചു നോക്ക്, മാത്സിൽ ഞാന് സ്റ്റാർ വാങ്ങിച്ചു. ആഹാ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ ബുക്ക് എടുത്ത് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോ നീലനാണെങ്കിൽ അവിടെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു. ആഹാ സൂപ്പറാണ് നിയമോളെ, വന്ന് വന്ന് താനിപ്പോ സൂപ്പർ സ്റ്റാർ ആവുന്നുണ്ട്. അപ്പേ എനിക്ക് മാത്സ് പറഞ്ഞു തന്നത് ഇന്ദു അമ്മയാണ്. ആഹാ കൊള്ളാലോ, നിന്റെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് മാത്രമാണ് നന്നായിട്ട് അറിയാന്നാ കരുതിയത്, മാത്സിലും നിന്റെ അമ്മ സൂപ്പർ ആണല്ലോ. എല്ലാ സബ്ജക്റ്റും എനിക്ക് ഇന്ദു അമ്മയാണ് പഠിപ്പിച്ചു തന്നത്. ആഹാ കൊള്ളാലോ. എന്നിട്ട് അവൻ ഇന്ദുവിനെ നോക്കിക്കൊണ്ട് പറയാണ്, ഇന്ദു തനിക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് കഴിവുള്ളത്? പക്ഷെ എനിക്കാണെങ്കിൽ 2-3 കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പേ എനിക്ക് ക്ലാസ്സിൽ എപ്പോഴും സ്റ്റാർ കിട്ടാറില്ലെന്ന് അപ്പൊ പരാതി പറയാറുണ്ടായിരുന്നില്ലേ, ഇപ്പോ എന്റെ ബുക്ക് എടുത്ത് നോക്ക്, ഇന്ദു അമ്മ എന്റെ ഡയറി കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് ഡയറി എടുത്തിട്ട് നീലന് കൊടുക്കുവാണ്. നീലനാണെങ്കിൽ അത് തുറന്നു നോക്കാതെ നിയമോളോട് പറയുന്നുണ്ട്, മോക്ക് എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടാറില്ലെന്ന് പറഞ്ഞിട്ട് ഡെക്കല്ലേ മോളെ കളിയാക്കാറുള്ളത്, ഇത് കൊണ്ടുപോയിട്ട് ആദ്യം ഡെക്ക് മാമിന് കാണിച്ചു കൊടുക്ക്. ആ ശരിയപ്പേ എന്ന് പറഞ്ഞിട്ട് ആ ബുക്കുമായിട്ട് ഡെക്കിന്റെ അടുത്തേക്ക് പോവാണ്. നീലൻ അത് തുറന്നു നോക്കിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോ തന്നെ ഇന്ദു പറയുന്നുണ്ട്, അത് അവള് ആഗ്രഹത്തോടെ അവളുടെ അപ്പയ്ക്ക് കാണിക്കാൻ കൊണ്ടുവന്നതല്ലേ, എന്നിട്ട് നീലേട്ടനതാ അതൊന്ന് തുറന്നു പോലും നോക്കാതിരുന്നത്. ഇന്ദു, അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഇന്ദുവിനെയും കൂട്ടിയിട്ട് മാറി നിന്നിട്ട് നീലൻ അവളോട് പറയാണ്, നീ സംശയിച്ചത് ശരി തന്നെയാണ് ഇന്ദു, നീലേട്ടൻ എന്തിനെ കുറിച്ചാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സൗപർണികയുടെ വിഷയത്തില് ഇടയിൽ നിന്ന് കളിച്ചത് രാധിക തന്നെയാണ്. നീലൻ പറഞ്ഞത് കേട്ടപ്പോൾ ഇന്ദു ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.